വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +1 അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടാണ്. അതായത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ +1 അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ആണ്. അതായത് നിങ്ങൾക്ക് ഏത് ട്രയൽ അലോട്ട്മെൻറ്റ് അല്ലാത്ത ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് അങ്ങനെ വരുമല്ലോ. അപ്പോൾ ഏത് അലോട്ട്മെൻറ്റിലാണോ നിങ്ങൾക്ക് ഇത് സ്കൂളാണ് എന്നുള്ളത് അറിയുന്നത്, അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിനിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ 2 കോപ്പീസ് വേണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ SSLC 10th SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ TC, പിന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ലേ. പിന്നെ ഏതാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, അതായത് ബോണസ് മാർക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോണസ് മാർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കയ്യിൽ കരുതണം. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റിനേക്കാളും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളത് ഫസ്റ്റ് സ്ലൈഡിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ്റെ ടൈം ആവുമ്പോഴത്തേക്കും ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റും നിങ്ങളുടെ അതേപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റും എടുത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നിങ്ങളുടെ അറിയാത്ത ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്ത് കൊടുത്താൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു.